നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അൽ ഹിലാൽ ഇന്നലെ വിജയിച്ചില്ല. അൽ നസറിനിത് സുവർണാവസരം. ഇന്നലെ അൽ തവൂണിനോട് 1-1 സമനിലയിലാണ് അൽ ഹിലാൽ പിരിഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഇപ്പോൾ 23 കളി 55 പോയിൻറ്റുമായിട്ട് അൽ ഹിലാൽ 3-ാം സ്ഥാനത്താണ്. 23 കളി 56 പോയിൻ്റുള്ള അൽ അഹ്ലിയാണ് 1-ാം സ്ഥാനത്ത്. 23 കളി 55 പോയിൻറ്റുമായിട്ട് 22 കളി 55 പോയിൻറ്റുമായിട്ട് അൽ നസർ 2-ാമത്. അപ്പോൾ ഇന്ന് അൽ നസർ വിജയിച്ചാൽ അവർക്ക് 58 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. അൽ ഹിലാലുമായിട്ടുള്ള പോയിൻറ്റ് ഡിഫറൻസ് 3 വർദ്ധിപ്പിക്കാൻ പറ്റും. അൽ അഹ്ലിയുമായിട്ട് 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ മുന്നിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മത്സരം അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. വളരെ കീ ആയിട്ടുള്ള പോരാട്ടമാണ്. ഓൾറെഡി മാസീവാണ്. മോർ ക്രൂഷ്യലായി മാറിയിരിക്കുന്നു. സോ 1-ാം സ്ഥാനം നിലനിർത്തുക, മുന്നോട്ട് പോവുക, അത് തന്നെയാണ് CR7 സംഘവും ലക്ഷ്യമിടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 അൽ നജ്മക്കെതിരെ അൽ നസറിൻ്റെ മത്സരമുള്ളത്. അൽ നസറിന് എവേ മത്സരമാണ്. നിലവിൽ അൽ നജ്മ ഈ ലീഗിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ടീമാണ്. 22 കളികളിൽ നിന്ന് 8 പോയിൻ്റ് മാത്രമായിട്ട് 18 ടീമുകൾ കളിക്കുന്ന സൗദി പ്രോ ലീഗിൽ 18-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് അൽ നജ്മ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അത്ര ബുദ്ധിമുട്ടില്ലാതെ വിജയിക്കാൻ പറ്റും അൽ നസറിന് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മത്സരത്തിന് റെഡിയാണ്. എല്ലാ പ്രധാന താരങ്ങളെയും കൊണ്ട് തന്നെ ടീം ഇറങ്ങും എന്നാണ് സൗദി അറേബ്യയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ പോരാട്ടങ്ങൾ വളരെയധികം മുറുകിയിട്ടുണ്ട്. ചെറിയ പോയിൻ്റ് ഡിഫറൻസിലാണ് ടീമുകൾ, ആദ്യത്തെ 3-4 ടീമുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാലിടറാൻ പാടില്ല എന്നതാണ് ഓർഗെ ഹീസസ് തൻ്റെ ടീം അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഡിസംബർ അവസാനം വരെ ലീഗിൽ 1-ാം സ്ഥാനത്ത് നിന്ന് അൽ നസർ പിന്നീട് തുടരെ പോയിൻറ്റുകൾ ഡ്രോപ്പ് ചെയ്ത് 2-ാം സ്ഥാനത്തേക്കും 3-ാം സ്ഥാനത്തേക്കും വീണുപോയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ വീക്കെൻഡിൽ അവർ 1-ാം സ്ഥാനം തിരികെ പിടിച്ചതാണ്. ഈ വീക്കെൻഡിലും അത് നിലനിർത്താനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇനി ഗോളടിയുടെ കാര്യത്തിൽ ഇവാൻ ടോണിയാണ് നിലവിൽ 1-ാം സ്ഥാനത്ത് 23 ഗോളുകളുമായിട്ട്. അൽ അഹ്ലിയുടെ താരം ടോപ്പ് സ്കോറർ പട്ടികയിൽ 1-ാമത് നിൽക്കുമ്പോൾ അൽ ഖാദിസിയയുടെ ഹുലിയൻ കിനാൻസ് 22 ഗോളുകളുമായിട്ട് 2-ാമതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 20 ഗോളുകളാണുള്ളത്. 2 കളികൾ അദ്ദേഹം സ്ട്രൈക്ക് നടത്തി കളിക്കാതിരുന്നല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോറർ സ്ഥാനം താഴേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദുർബലരോട് അദ്ദേഹത്തിന് ഗോളടിച്ച് കൂട്ടി 1-ാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.